ക്രിസ്മസ് സുദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. 33 വർഷം ഭൂമിയിൽ ത്യാഗോജനമായ ജീവിതം നയിച്ച് തന്റെ വിജ്ഞാന ഭണ്ഡാരത്തിൽ നിറഞ്ഞു തുളുമ്പിയിരുന്ന വിജ്ഞാനോപനിഷത്തുകളായ മുത്തുമണികൾ ലോകാന്തകാരത്തിലേക്ക് വാരി വിതറിക്കൊണ്ട് പ്രകാശപൂരിതമാക്കിയ യേശു ക്രിസ്തുവിന്റെ ജീവിതം. അതെ, ശത്രുക്കളാൽ നിന്നതിനായി ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ട് നമുക്ക് വേണ്ടി ജീവൻ ഹോമിച്ച യേശു ആ സഹനദാസന്റെ ജന്മദിനമാണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ അപാലവൃത്ത ജനങ്ങളിൽ ആഹ്ലാദത്തിന്റെയും തിരമാലകൾ അലയടിക്കുകയാണ്. ഈ ക്രിസ്തുമസിന് സാക്ഷ്യം വഹിച്ച 2 മഹത് വ്യക്തികളാണ് മാതാവും യേശുപിതാവും. മാതാവ് ഉണ്ണിയെ ഉദരത്തിൽ വളർത്തി ലോകത്തിന് പ്രദാനം ചെയ്യുകയും ക്ലേശപൂർണമായ വേദന അനുഭവിക്കുകയും അതോടൊപ്പം മനോവ്യഥയാൽ ധാരാളം ക്ലേശിക്കുകയും ചെയ്ത അമ്മ ഇന്ന് ലോകത്തിന് കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ്. യേശുപിതാവ് നീതിമാനും ഭക്തനും നിശബ്ദനുമായിരുന്നു. ഉണ്ണിയുടെ ബാല്യകാലത്തിലും ശൈശവത്തിലും എല്ലാം ഉണ്ടാകാമായിരുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ ദൂരം യാത്ര കഴിച്ച് ക്ലേശപൂർണമായ ജീവിതം നയിച്ച് തിരുക്കുടുംബത്തെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി അഹോരാത്രം വിയർപ്പ് ചിന്തി തച്ചന്റെ ജോലി ചെയ്ത യേശുപിതാവ് ഇന്ന് എല്ലാ ജീവിതക്കാർക്കും ഒരു മാതൃകയാണ്. ലോകരക്ഷകൻ ലോകത്തിൽ ജനിച്ചു എന്ന് കേട്ടപ്പോൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ണിയെ അന്വേഷിച്ച് കണ്ടെത്തി അവിടേക്ക് സമ്മാനങ്ങൾ നൽകുകയും ആരാധിക്കുകയും അവിടുത്തെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്ത് തിരികെ തിരിച്ചുപോയി. എന്നാൽ നമ്മുടെ ഹെറോദാസ് രാജാവ് ഉണ്ണിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനു പകരം പല സ്ഥലങ്ങളിലേക്കും സേവകന്മാരെ അയച്ച് ഉണ്ണിയെ വധിക്കുവാനായി പരിശ്രമിച്ചു. ഇന്ന് ഹെറോദാസ്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇന്നത്തെ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് യേശുവിൻ്റെ വചനമാകുന്ന ആയുധം ധൈര്യമായി എത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ജനങ്ങളിലേക്ക് നമുക്ക് പകർന്നു കൊടുത്ത് ഉണ്ണീശ്വരയുടെ ദൈവസ്നേഹത്തെ നിറയ്ക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ അവിടത്തേക്ക് സാക്ഷ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നോയമ്പ്, ഉപവാസം, പ്രാർത്ഥന, മറ്റ് പ്രത്യാഗ പ്രവൃത്തികൾ എന്നിവയിലൂടെ ഇന്ന് ആത്മീയമായി മനുഷ്യൻ പുണ്യസുഹൃതങ്ങൾ സംഭരിച്ച് യേശുവിനെ കാഴ്ചവെച്ചുകൊണ്ട് അവിടുന്ന് നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. നമുക്കും അതുപോലെ ധാരാളം സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ഉണ്ണിയിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങി ലോകത്തിലേക്ക് വാരി വിതറി കൊടുക്കാം. യേശുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.